ചേട്ടാ നമസ്കാരം. നമസ്കാരം. സിലിഗുരി കോറിഡോറിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. പലപ്പോഴും സിലിഗുരി കോറിഡോറിനെ കുറിച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം വളരെയധികം ഗൗരവകരമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇപ്പോ നിലവിലത്തെ സാഹചര്യത്തിൽ സിലിഗുരി വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് SIR നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നും പുറത്തിറങ്ങുന്ന പല ബംഗ്ലാദേശികളും സിലിഗുരിയുടെ ആ ഒരു അതിർത്തി പ്രദേശങ്ങളിൽ വന്ന് തമ്പടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇത് മാത്രമല്ല, ബംഗ്ലാദേശിലേക്ക് ISIയുടെ, അതായത് പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISIയുടെ 8 പേർ അവിടെ വന്നിറങ്ങുകയും സിലിഗുരി കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടാണ്. ഞാൻ ഇത് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ വടക്കുകിഴക്കൻ മേഖലയുടെ ജീവനാഡിയായിട്ടുള്ള 22 കിലോമീറ്റർ ദൈർഘ്യമുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സിലിഗുരി അഥവാ ചിക്കൻ നെക്ക് ഇടനാഴി ഏറ്റവും വലിയ, അതായത് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കയറിയതിനു ശേഷം അതിന്റെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി നേരിടുകയാണ് എന്ന് കണ്ടുകൊണ്ട് പ്രധാനമായിട്ടും ബംഗ്ലാദേശിലും നേപ്പാളിലും അതിർത്തി നിരീക്ഷണം നമ്മൾ ശക്തമാക്കിയിട്ടുണ്ട്. പെട്രോളിംഗ് വർദ്ധിപ്പിക്കുന്നതിനും അതിർത്തി നിരീക്ഷണം ശക്തമാക്കുന്നതിനുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വലിയ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. സെൻട്രൽ IB ഓഫീസിൽ നടന്ന അപൂർവ ഉന്നതതല യോഗം എന്നാണ് ഇതിനെ ദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് CASF ഉണ്ട്, BSF ഉണ്ട്, SSB ഉണ്ട്, ITBP ഉണ്ട്, RPF ഉണ്ട്, ഇന്ത്യൻ ആർമി ഉണ്ട്, വ്യോമസേനയുണ്ട്, മിലിറ്ററി പോലീസ് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, ഉന്നത ഏജൻസികൾ എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വിഷയട്ടാ, ഇവരെ എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായിട്ട് ഒരു ഉന്നത തല യോഗം ചേരണമെങ്കിൽ അത്രയും വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് നമ്മൾ അവിടെ കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സിലിഗുരിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു എതിർപ്പ് ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് ഞൊടിയിടയിൽ വികസിപ്പിക്കാനുള്ള സകല എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് വികസിപ്പിക്കാൻ നമുക്ക് ഇനി അത് പ്രവർത്തിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുകയാണെന്നാണ് അസമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. എന്നിരുന്നാലും ഈ സിലിഗുരി ബംഗ്ലാദേശ് നിരന്തരം ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശമാണ്. അവിടെ എന്ത് നീക്കമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്നത്. എന്തായാലും നമ്മുടെ ഒരു വിലയിരുത്തലിൽ എന്തായിരിക്കും ഇനി സിലിഗുരിയിൽ നടക്കാൻ പോകുന്നത്, എന്തിനായിരിക്കും പെട്ടെന്ന് ഇത്തരത്തിലൊരു വലിയൊരു യോഗം വിളിച്ചു ചേർത്തത് കേന്ദ്രം? നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു. വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യുന്നു എന്നൊരു വാർത്ത ചെയ്തിരുന്നു. അപ്പൊ ആ വാർത്ത കഴിഞ്ഞപ്പോ നമ്മുടെ ഈ ന്യൂസ് ചാനല്, നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം സ്ഥിരമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ അറിയാം, കുറച്ചു നാൾക്ക് മുമ്പ്, ഒരു 8 മാസം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഞാനായിരുന്നു ആ വാർത്ത കൊടുത്തത്. ഒരു വാർത്തയുണ്ടായിരുന്നു. അതില് ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അവിടെ നിന്ന് ഞങ്ങളുടെ ആളുകളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തള്ളിവിടരുത്, തള്ളിവിട്ടാൽ അതിന്റെ ഫലം ഗുരുതരമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇന്ത്യൻ അതിർത്തി വഴി ബംഗ്ലാദേശികൾ ഒഴുകുകയാണ് ബംഗ്ലാദേശിലേക്ക്. പക്ഷെ ബംഗ്ലാദേശ് കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അത് ബംഗ്ലാദേശ് ഭയന്നിട്ടല്ല മിണ്ടാത്തത്. കാരണം അവർക്ക് ഇവിടെ നിന്ന് ബംഗ്ലാദേശിലെത്തുന്ന ബംഗ്ലാദേശികളെ കൊണ്ട് വലിയ ഒരു കാര്യമുണ്ട്. അവർക്കൊരു വലിയ പ്രൊജക്ട് ഉണ്ട് അവരുടെ മനസ്സിൽ. ഇത് ഇന്ത്യ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടതാണ്. അതായത് ബംഗ്ലാദേശ് അനങ്ങിയിട്ടേ ഇല്ല, വരുന്നവരൊക്കെ വരൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് ബംഗ്ലാദേശ് നിൽക്കുന്നത്. ബാനർ മാത്രം വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ, സ്വാഗതം എന്ന് പറഞ്ഞിട്ട്. പകരം ഈ ചെല്ലുന്നവരെ മുഴുവൻ ഈ ഏജൻസികൾ, ബ്രോക്കർമാർ, ഇവർക്ക്, കാരണം ഇവിടുന്ന് പോകുന്നവര് തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്നവരാ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ ഈ പുനഃപ്രതിഷ്ഠിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ അവിടെ ചെയ്യാനായിട്ട് ഇന്ത്യ പോലൊരു രാജ്യമൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ ജോലി ചെയ്തവർ വരുമ്പോൾ ഒന്നുമെങ്കിലും ആശ്വാസം പകരാനായിട്ടുള്ള വാർത്തകളെങ്കിലും നമ്മുടെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകും. വരൂ പ്രവാസികൾക്ക് ഞങ്ങൾ അത് തരാം, ഇത് തരാമെന്നെങ്കിലൊക്കെ പറയും. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അത്, കാരണം അവിടെ ഉള്ളവരെ തന്നെ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ്. അപ്പോഴാണ് ഇവിടുന്നും കുറെ എണ്ണം കൂടെ ചെല്ലുന്നത്. പക്ഷെ ഇവരെയൊക്കെ സമർത്ഥമായിട്ട് ഇന്ത്യയുടെ ബംഗ്ലാദേശുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തികളിൽ കൊണ്ട് കുടിയിരുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഇല്ലാത്ത ജോലിയില്ല, മറ്റുള്ള കാര്യങ്ങളിൽ, എന്നാൽ വരൂ. അപ്പൊ ഇവരുടെ മനസ്സിൽ ഇന്ത്യക്കെതിരെ വലിയ പകയുണ്ട് ഓൾറെഡി, ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഓരോ ബംഗ്ലാദേശിയുടെ മനസ്സിലും. അപ്പൊ അവന്റെ മനസ്സിലേക്ക് വീണ്ടും ഇന്ത്യക്കെതിരെ തിരിയാനായിട്ട് വിഷം കുത്തിവെക്കേണ്ട കാര്യമില്ല. അവനെ കൊണ്ടുപോയിട്ട് അവിടെ നേരത്തെ തന്നെ നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്, ഈ ജയ്ഷെ മുഹമ്മദിന്റെ, ലഷ്കർ തോയ്ബയുടെ ഒക്കെ ഭീകര സംഘടനകള് ഈ ബംഗ്ലാദേശിന്റെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളെല്ലാം ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് റോഹിംഗ്യ മുസ്ലിങ്ങളുടെ ഇടയിലാണ് അവർ ആദ്യം തുടങ്ങിയത്. പിന്നെ ഈ കടന്നു പോകുന്ന ഇത്രയും പേര്, ഇവിടെ നിന്ന് കുടിയിറങ്ങി പോകുന്ന അവരെ കൊണ്ടുപോയി ഈ ക്യാമ്പുകളിൽ കൊണ്ട് ട്രെയിനിങ് കൊടുക്കുകയാണ് ഇന്ത്യക്കെതിരെ പോരാടാൻ. അങ്ങനെ നമ്മുടെ അതിർത്തികളിലെല്ലാം അശാന്തി പടർത്തുവാനും നമ്മുടെ രാജ്യത്ത് അശാന്തി പടർത്തുവാനും വേണ്ടിയിട്ട് അതിർത്തികളിൽ വലിയ രീതിയിലുള്ള ട്രെയിനിങ് ക്യാമ്പുകളുടെ ഇത് പുരോഗമിക്കുകയാണ്. ഇത് നമ്മളല്ല ആദ്യം പറഞ്ഞത് അവരുടെ തന്നെ സൈനിക മേധാവി വഖാർ ഉസ്മാനാണ് പറഞ്ഞത്. അങ്ങനെയുണ്ട്, ഈ രാജ്യം നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വ്യക്തി നമ്മളല്ല, അവിടുത്തെ സൈനിക മേധാവിയാണ്.
അതിനുശേഷം പാകിസ്ഥാൻ ചാരസംഘടനയിലെയും പാകിസ്ഥാൻ മിലിറ്ററിയുടെയും ഒക്കെ മേധാവികൾ അവിടെ വന്നു പോകുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി കാണുന്നു. കഴിഞ്ഞ ദിവസം ധനുഷ് പറഞ്ഞതുപോലെ 8ഓളം ISIയുടെ അവരുടെ ചാരസംഘടനയുടെ മേധാവികൾ അവിടെ എത്തുന്നു. അവരവസാന വിലയിരുത്തൽ നടത്തുന്നു. അവർ താമസിക്കുന്നത് ഇന്ത്യൻ അതിർത്തിയിലാണ്. ഈ സിലിഗുരിയോട് ചേർന്നുള്ള പ്രദേശത്താണ് അവർ താമസിക്കുന്നത്. ഇവിടെയാണ് ഇത് നിർണായകമാകുന്നത്. അതായത് ഈ ആളുകളെ സംഘടിപ്പിക്കുന്നു, ക്യാമ്പ് തുടങ്ങുന്നു. ക്യാമ്പ് തുടങ്ങിയതിന് ശേഷം അവിടെ നിന്നൊരു അറ്റാക്കിനുള്ള ശ്രമമാണ്. കാരണം ഈ ഇവിടുന്ന് പോകുന്നവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവന് വലിയ ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന് ആയുധം എടുത്തു കൊടുത്തില്ല, ഒരു ബോംബ് കെട്ടിവെച്ചിട്ട് നീ എന്തെങ്കിലും ഒരു പണി ചെയ്തോളാൻ പറഞ്ഞങ്ങ് വിടാം. കാരണം ഒന്നാമത് അവനെ ഇന്ത്യ എങ്ങനെ തകർക്കണമെന്നായിരിക്കുമല്ലോ ഇവിടുന്ന് പോകുമ്പോഴേ തന്നെ എൻ്റെ ജോലി പോയി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഇതിനോടനുബന്ധിച്ചൊരു രസകരമായ വാർത്ത കൂടെ ഇതിനോട് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ബംഗ്ലാദേശിന് ബോർഡർ കടന്നു പോയിട്ടൊരു ബംഗ്ലാദേശിയെ പിടിച്ചു. അവന്റെ കയ്യിൽ 8 ആധാർ കാർഡാണ്, 8 സ്ഥലത്തെ ആധാർ കാർഡ്. അപ്പൊ അവനെ പിടിച്ചു. അപ്പൊ അവൻ പറയാൻ ഇത് ഇഷ്ടംപോലെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പൊ നമ്മുടെ ഈ ആധാർ ഇപ്പൊ ഈ പുതുക്കുന്നുണ്ടല്ലോ, ഇപ്പൊ പുതിയൊരു സിസ്റ്റത്തിൽ കൂടെ ആധാർ വരുന്നില്ലേ, അത് വരുന്ന എത്ര നന്നായെന്നൊന്നും ആലോചിച്ച് 8 കാർഡ് അവന്റെ ഇരിക്കുന്നത്. അത് വെച്ചിട്ട് വോട്ടർ പട്ടിക ചേർക്കണം എന്നാണ് ഇപ്പൊ ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്നത്. SIR-നകത്ത് അവന്റെ പേര് എങ്ങനെയെങ്കിലും കയറ്റിയേ പറ്റൂ, അവനെ അത് ചേർത്തേ പറ്റൂ എന്ന് പറഞ്ഞ് 8 ഉള്ളവന്റെ അവന് 8 വോട്ട് കിട്ടും. അവനൊന്ന് ആഞ്ഞു പിടിച്ചാൽ, അല്ലെങ്കിൽ അവൻ ശ്രമിച്ചാൽ ഇത് നടക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു വലിയ രീതിയിൽ ഒരു 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 ഭീകരവാദത്തിന്റെ ഒരു ഇത് രൂപപ്പെടുന്നുണ്ട്. അത് മാത്രവുമല്ല, ഞാൻ എപ്പോഴും പറയുന്നുള്ളത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പാകിസ്ഥാനുമായിട്ടുള്ള അടി തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ ഇല്ലെങ്കിൽ അതിനിടയ്ക്കോ ബംഗ്ലാദേശിൽ പണി നടക്കും. നമ്മുടെ സേന ബംഗ്ലാദേശിനെ അടിക്കും. കാരണം അതിനും മാത്രം പണികൾ അവൻ അതിർത്തിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ തൊട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവൻ ഈ ഒരു അവസരം നോക്കി, കാരണം ഈ പാകിസ്ഥാൻ ഇപ്പം F-17 വിമാനങ്ങൾ കൊടുക്കുന്നുണ്ട് ബംഗ്ലാദേശിന്. അതായത് അവരുടെ വിമാനം ഇവർക്ക് കൊടുക്കുകയാണ്, യുദ്ധവിമാനം കൊടുക്കുകയാണ്. ഇതൊക്കെ കൊടുത്ത് ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ കൂടെ നിർത്തുന്നത് അടുത്ത അടി അവർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഒന്ന് ട്രൈ ചെയ്തതാണ് ബംഗ്ലാദേശ് നമ്മളെ തീർക്കാൻ വേണ്ടി. അവിടെയാണ് നമ്മുടെ തീസ്ത പ്രഹാരം എന്ന് പറഞ്ഞ നമ്മുടെ സൈന്യത്തിന്റെ അഭ്യാസം കണ്ട് വരണ്ടുപോയി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു അഭ്യാസമായിരുന്നു. അപ്പോ ഇനി വരുമ്പോൾ ഇവർ ചൊറിയാതിരിക്കില്ല, ചൊറിയും. ആ ചൊറിയുന്ന സമയത്തായിരിക്കും ബംഗ്ലാദേശിന്റെ ജീവിതത്തിൽ അവർ ഈ പാകിസ്ഥാനികളുമായി യുദ്ധം ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇന്ത്യൻ സേനയുടെ കരുത്ത് എന്താണെന്ന് അവർ അറിയാൻ പോകുന്നതും ആ ഒരു സമയത്തേക്കായിരിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടക്കുകിഴക്കൻ അതിർത്തിയാണ്. ഇപ്പോൾ ഞാനത് മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ സേന സജ്ജമായിരിക്കുന്ന വടക്കുകിഴക്കൻ അതിർത്തിയിലാണ്. വടക്കുകിഴക്കൻ അതിർത്തിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സജ്ജമാക്കിയിരിക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, നമ്മുടെ ട്രെയിനിനകത്തു നിന്ന് മിസൈൽ വിടാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞിരുന്നു. ആ ട്രെയിനിനകത്തു നിന്ന് മിസൈൽ വിടാൻ കഴിയുമെന്ന് വെച്ചപ്പോൾ ഇതെന്തേന്ന് ചോദിച്ചപ്പോൾ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം തീവണ്ടിപ്പാതകൾ അതിവേഗം, ഈ സിലിഗുരിയിലെ തീവണ്ടിപ്പാത നമ്മൾ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ് അങ്ങോട്ടേക്കുള്ളത്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പോകും. അപ്പോൾ ഒരു ട്രെയിൻ ഓടിച്ച് നിന്ന് കഴിഞ്ഞാലും അതിൽ നിന്ന് നമുക്ക് മിസൈൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളത് വളരെ നേരത്തെ തന്നെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണത്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഏത് നിമിഷവും അങ്ങനെ ഒന്നും സംഭവിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യമാണ്. അതാണ് ഇപ്പോൾ ഈ കുടിയേറ്റക്കാര് പലായനം ചെയ്യുമ്പോൾ ബംഗ്ലാദേശ് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുന്ന് ആരെങ്കിലും വന്ന പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെ തള്ളിവിടാൻ പറ്റില്ല, മറ്റവരെ മറിച്ചവരെ എന്നൊക്കെ. അതിൽ ഞാൻ കാണുന്ന വേറൊരു കാര്യമുണ്ട്. കാരണം ഈ കുടിയേറ്റക്കാർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബംഗ്ലാദേശ് സർക്കാരിന് അതിർത്തിയിലേക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് മുഴുവൻ കലാപം നടക്കുകയാണ്. ധാക്കയൊക്കെ അടച്ചു പൂട്ടി കുറെ നാളായിട്ട്. അവിടെ മുഴുവൻ കലാപമാണ്. അവിടെ ജമാഅത്തെ ഇസ്ലാമിയും അവാമി ലീഗും അവരും ഇവരും വിദ്യാർത്ഥികളും ജെൻസിയും എല്ലാം തെരുവിലിറങ്ങി അതിഭീകരമായിട്ടുള്ള കലാപം നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്ട് കൂടെ ഞാൻ അതിനകത്ത് കാണുന്നുണ്ട്. കാരണം ഇവർക്ക് ഇങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. ഇപ്പൊ കൂടുതൽ പട്ടാളത്തിനെ ഇങ്ങോട്ടേക്ക് അയക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പട്ടാളം ഇവിടെ കലാപം അടിച്ചമർത്താൻ നിൽക്കുമോ അതേ ഇങ്ങോട്ടേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിനിടയിൽ നമ്മൾ വന്ന ഒരു വാർത്ത ഉണ്ട്. അതായത് ബംഗ്ലാദേശികൾ അങ്ങോട്ടേക്ക് പലായനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ അജിത് ഡോവല് ഈ ബംഗ്ലാദേശിലേക്ക് പോയിട്ട് അവിടെയുള്ള സുരക്ഷാ ഉപദേഷ്ടാവിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്തിനായിരിക്കും അവിടെയുള്ള സുരക്ഷാ ഉപദേഷ്ടാവിനെ അജിത് ഡോവല് കണ്ടിട്ടുണ്ടായിരിക്കുക? അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിപ്പം ധനുഷ് പറഞ്ഞത് തന്നെ ഒരു വലിയ പോയിന്റാ. കാരണം അവിടെ പ്രശ്നം നടക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതല്ല, അവിടെ പ്രശ്നം നടക്കുമ്പോൾ അവർക്ക് ശ്രദ്ധ തിരിച്ചുവിടേണ്ടതായിട്ടുണ്ട്. അവർക്ക് ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ പലായനം ചെയ്യുന്നവരാ. കാരണം അവൻ ഇന്ത്യയോട് കട്ടക്കലിപ്പോടാണ് അവിടെ ചെല്ലുന്നത്. അവനോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല, ഒരാഴ്ചത്തെ ട്രെയിനിങ് മാത്രം കൊടുത്താൽ മതി, അവൻ എന്തിനും തയ്യാറാണ്. കാരണം അവർക്ക് ആ ഒരു ഇത്, കാരണം ഇവൻ അകത്ത് കയറി കുറെ നാൾ കഴിയുമ്പോഴല്ലേ അവനിപ്പോ ബംഗ്ലാദേശിന്റെ അവസ്ഥ കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ, ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന്. അതിന് മുമ്പേ തന്നെ അവനെ ചെയ്തു വിടുക എന്നുള്ള. അപ്പം അവിടുന്ന് ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അവിടെ നൽകിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഒരുപക്ഷെ ഇതായിരിക്കാം, ആവശ്യമില്ലാത്ത പണി. കാരണം നിങ്ങളുടെ രാജ്യത്ത് ഇത് കണക്കുള്ള ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്,
അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. കാരണം അവരുടെ വിഷയത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അവരുടെ ആഭ്യന്തര വിഷയങ്ങളാണ്. അവിടെ തീവ്രവാദിയെ കൊണ്ട് വെക്കണോ ഭീകരവാദിയെ കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അത് അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷ സംബന്ധിച്ച കാര്യമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ബംഗ്ലാദേശിൽ പോയിട്ട് വേറൊരു ഓഫർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ നൽകുന്നത്. കാരണം ഇന്ത്യ ആയിരുന്നു ഇക്കാലം അത്രയും അവരുടെ സുരക്ഷയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു രാജ്യം. നമ്മുടെ ഡേറ്റാസ് ഉണ്ടല്ലോ, ഏതാ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അവർക്ക് കൈമാറുക, കാലാവസ്ഥാ റിപ്പോർട്ടുകൾ അവർക്ക് കൈമാറുക, ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ കാലാവസ്ഥാ റിപ്പോർട്ടൊക്കെ ഇപ്പോഴും നമ്മൾ കൈമാറുന്നുണ്ട്. അരിയൊക്കെ ഈ അടുത്ത് പിന്നെയും കൊടുത്തായിരുന്നു. നമ്മുടെ രാജ്യത്തിന് പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, മാനുഷികമായ പരിഗണന നമ്മൾ അവർക്ക് നൽകും. താലിബാൻ അധികാരത്തിലേറിയപ്പോൾ നമ്മൾ അവരെ എതിർത്തെങ്കിലും അപ്പോൾ തന്നെ നമുക്ക് അവർക്ക് വേണ്ട, ആ രാജ്യക്കാർക്ക് വേണ്ട, ജനങ്ങൾക്ക് വേണ്ട മരുന്നും അരിയെല്ലാം നമ്മൾ കൊടുത്തു. ഇപ്പൊ ഈ അടുത്തും ബംഗ്ലാദേശ് അരി ആവശ്യപ്പെട്ട് നമ്മൾ കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. പക്ഷേ ജനം ഭയങ്കരമായിട്ട് ഈ നയതന്ത്ര ബന്ധത്തിൽ നല്ല പരിപാടി നടത്തുന്നുണ്ട്. ഈ സാൽമ മത്സ്യം എന്ന് പറഞ്ഞൊരു മത്സ്യമുണ്ട്. ഈ അവിടെ ഈ നവരാത്രി സമയങ്ങളില് ബംഗാളിലും വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ ഇത് ഭയങ്കര പ്രിയപ്പെട്ടതാണ് സാധനം. അപ്പൊ ഇത് തരത്തിലൊന്നായിരുന്നല്ലോ യുനെസ് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. ആ വർഷം 100 ടണ്ണോ മറ്റോ ആണ് എത്തേണ്ടത്, അതൊന്നും അവരയച്ചില്ല. അങ്ങനെ വന്നപ്പോൾ ഇത് കൃഷി ഇന്ത്യയില് ഗുജറാത്തിലും ഒഡീഷയിലും കുറച്ച് മാത്രമേ ഇതിന്റെ കൃഷിയുള്ളൂ. കാരണം ഇവിടുന്ന് വരുന്നുണ്ട് ഈ സാധനം. 100 കിലോ അത്രയോ എങ്ങാണ്ട് ഈ ഷേഖ് ഹസീന ഇരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമായിരുന്നു. കാരണം ഇതിങ്ങനെ വിതരണം ചെയ്യാൻ, അത് അദ്ദേഹത്തിനുള്ളതല്ല, അത് അദ്ദേഹം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ അതില്ലായിരുന്നു. പക്ഷെ ഇത്തവണ ആ വർഷം, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ കുറെ ബുദ്ധിമുട്ടി ഈ മത്സ്യത്തിന് വേണ്ടി. കാരണം നമ്മുടെ സ്റ്റോക്ക് ഇല്ല, കാരണം നമുക്ക് വളരെ കുറച്ച് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്തവണ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കാൻ പോലും പോയില്ല. കാരണം അതിന് മാത്രം ഉത്പാദനം നമ്മൾ നടത്തി കഴിഞ്ഞു. കാരണം ആ ബംഗ്ലാദേശിന് അത് സംഭവിച്ചപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ആന്ധ്രയിൽ കൂടി കൃഷി തുടങ്ങി. ആന്ധ്ര, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ. ഇപ്പൊ മത്സ്യം ഇവിടുന്നാണ് വലിയ രീതിയിൽ ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾക്ക് ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ദിവസമോ മറ്റോ ഇതിന്റെ ഫുഡ് കഴിക്കുന്ന എന്താ പറയുക, അന്നദാനം പോലത്തെ ഒരു ചടങ്ങ് വെച്ചിട്ട് അവരുടെ ഒരു ആചാരത്തിന്റെ ഭാഗമാണത്. അത് ചെയ്യുന്നുണ്ട്. അത് ഈ മത്സ്യം തന്നെയാണ് അവർക്ക് വേണ്ടത്. അപ്പം ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അത് ജനം വളരെ സൈലന്റ് ആയിട്ട് നിന്നിട്ട് ഇനി ബംഗ്ലാദേശിന്റെ ജീവിതത്തിൽ ആ മീൻ ഇവിടെ ഇറക്കുമതി ചെയ്യാൻ പറ്റും. നാളെ പിന്നെ യുനെസ് പോയിട്ട് ഷേഖ് ഹസീന വരുന്നു, അവർക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനു മുമ്പ് ഈ ബംഗ്ലാദേശികള് ഈ വലിയ രീതിയിൽ ഈ അസാമിലൊക്കെ കുടിയേറിയിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ രീതിയിൽ ഇവന്മാര് പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു മാസം അവിടെ 30 പീഡനവും കൊലപാതകവും ഒക്കെ അരങ്ങേറി. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച, ആസാമിന്റെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളിൽ പോലും അവിടുത്തെ പ്രാദേശികമായ കൂട്ടായ്മയും ജനവും ചെന്ന് ഇവന്മാരെ തല്ലി ഇറക്കിയിട്ട് റൂം അങ്ങ് പൂട്ടുകയാണ്. അപ്പോഴും ഇവന്മാര് പറഞ്ഞു, അവിടെ ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ ഇവന്മാരാ മത്സ്യത്തിന്റെ ഒക്കെ. അവർ പറഞ്ഞു, ഇനി നീയൊന്നും മീൻ കൂട്ടില്ല എന്ന് പറഞ്ഞു, മത്സ്യം കഴിക്കില്ല എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഈ മഹാരാഷ്ട്രയിൽ നിന്നും മറ്റുമൊക്കെ മത്സ്യം അവിടെ എത്തിക്കുന്നതിന് ചെലവ് കൂടുതലായതുകൊണ്ടാണ് ഇവരുടെ മത്സ്യങ്ങൾ. അപ്പൊ അവര് പറഞ്ഞു, മത്സ്യം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ പച്ചക്കറി കഴിച്ച് ജീവിച്ചോളാം, എന്നാലും നിന്റെ കച്ചവടം ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും തല്ലി ഓടിച്ചു അവിടുന്ന്. പിന്നീട് ആ മാർക്കറ്റ് പിടിച്ചിരിക്കുന്നതും ഇപ്പൊ ഈ ഗുജറാത്തിൽ നിന്നും ഒഡീഷ ഒക്കെയാണ്, ബംഗാൾ, വെസ്റ്റ് ബംഗാൾ, ഇവിടെയൊക്കെ ഇതിന്റെ കൃഷി വ്യാപകമായി തുടങ്ങി. അപ്പം ഇപ്പൊ പഴയതുപോലെയല്ല. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഓരോ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവൻ എവിടെയാണ് ഒരു ഗ്യാപ്പ് എന്ന് നോക്കി നടക്കുന്ന ഒരു കാലഘട്ടമായത്. എവിടെ എന്ത് കുറവുണ്ട് അവിടെ നിന്ന് ഞാൻ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യും എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിടത്തുനിന്നാണ് ഇപ്പോൾ ഒരു ബംഗ്ലാദേശിന്റെ ഒരു സൈലന്റ്. ഇന്നും ഇന്നലെ ബംഗ്ലാദേശ് വീണ്ടും ഇന്ത്യക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഷേഖ് ഹസീനെ വിട്ടു കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അത് വിട്ടുകിട്ടില്ല എന്ന് അറിയാം അവർക്ക്, എങ്കിൽ പോലും ഇല്ല. ഇനി അവർക്ക് അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു റിയൽ റൂട്ട്, അതാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ധനുഷ് പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ കൃത്യമാണ്. കാരണം അവിടെ ആഭ്യന്തര കലഹം രൂക്ഷമാകുമ്പോൾ ഈ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന യുനെസും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇന്ത്യൻ അതിർത്തികളിൽ പ്രശ്നമുണ്ടാക്കും. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഓൾറെഡി നമ്മുടെ ടാർഗറ്റിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് പിന്നെ അവിടെ എന്താകും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിലിഗുരിയിൽ അടക്കം ഈ ഉന്നതതല മീറ്റിംഗ് കൂടി അവലോകനം നടത്തുന്നത്.